ആരാണ് ബുദ്ധിമാനെന്നറിയോ? മരണത്തിന് ശേഷം റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ ഒരുക്കി വെക്കുന്ന അമലുകൾ ചെയ്തു വെക്കുന്നവനാണ് ബുദ്ധിമാൻ കേട്ടോ. അവിവേകി ആരാണെന്നറിയോ? ബുദ്ധിയില്ലാത്തവൻ ആരാണെന്നറിയോ? കണ്ട താന്തോന്നിവാസങ്ങൾ ചെയ്തിട്ട് സ്വർഗം വേണോ, റബ്ബിന്റെ തൃപ്തി വേണോ എന്നാഗ്രഹിക്കുന്നവനാണ് അവിവേകി എന്ന് പറയാത്ത നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ലേ മഹാനായ ഈസ നബി അലൈഹിസ്സലാം മരണത്തെ ഓർത്താൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുമായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടാകും. മരണത്തെ ഓർക്കുമ്പോ ശരീരത്തിൽ നിന്ന് ചോര പോകുമായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം മരണത്തെ ഓർക്കുമ്പോ എല്ലുകൾ പൊടിഞ്ഞു പോകും പോലെയായിരുന്നു. ചെറുപ്പക്കാരെ, ഇനിയും കുറെ കൊല്ലം ജീവിക്കുമെന്ന് തോന്നണ്ട. നിന്റെ സ്റ്റീൽ ബോഡി അല്ലാഹുവിന് പെട്ടെന്ന് ഡെഡ് ബോഡിയാക്കാൻ കഴിയും കേട്ടോ. എത്ര മരണങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ദുനിയാവിൽ നമ്മൾ ശാശ്വതം അല്ല. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മരണത്തെ ഓർക്കണമെന്ന് മാത്രമല്ല, പൊന്നാര റസൂൽ അവിടുത്തെ പട്ടുപോലെ മിനുസമായ കയ്യിൽ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് മുഖത്തേക്ക് തടവാറുണ്ടായിരുന്നു. എന്നിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. മരണത്തെ ലഘൂകരിപ്പിച്ച് തരണേ അല്ലാഹ്. കണ്ടില്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാണ് ഉമർ അറിയുമോ? നാദുറാം വിനായക ഗോഡ്സെയുടെ വെടിയുണ്ടയെത്തിനെ ഛർദ്ദിച്ച മനം നൊന്ത് മലർന്നു വീണ ഇന്ത്യയുടെ പ്രതീകമായ ഗാന്ധിജി ഓട്ടോബയോഗ്രഫർ എന്ന് തന്റെ ആത്മീയ കഥയിൽ ഗാന്ധിജി ഉമർ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ the story of my experiments with the truth and autobiography. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഗാന്ധിജി പോലും വിളിച്ചു പറഞ്ഞത് ഇന്ത്യക്ക് ആവശ്യം
അറിയാതെ പാതിരാ സമയത്ത് പോലും തന്റെ നാട്ടിലുള്ള പാവങ്ങള് ആ പാവങ്ങളുടെ കണ്ണീരപ്പാൻ വേണ്ടി ഉറക്കൊടിഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരനായ ഉമർ, അവിടുത്തെ പ്രിയപ്പെട്ട റളിയുടെ തൊട്ടടുത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടിയ ഉമർ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വേലക്കാരനെ തന്റെ വീട്ടിൽ നിർത്തിയിരുന്നു. എന്തിനാ വേലക്കാരനെ നിർത്തിയതെന്നറിയോ? തന്റെ വീടിന്റെ ഗേറ്റ് കീപ്പറായിട്ടല്ല, തന്റെ പത്രത്തിന് അടിവരയിട്ട് കൊണ്ട് ഹെഡിങ് വായിച്ചു തരാനല്ല, തന്റെ വണ്ടിയുടെ ഡ്രൈവറല്ല, തന്റെ സ്വത്തുകൾ നോക്കാനല്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേലക്കാരനെ നിർത്തിയതെന്തിനാണെന്നറിയുമോ? എപ്പോഴും അമീറുൽ മുഅ്മിനീന്റെ അടുത്ത് വന്നിട്ട് പറയണോ, ഓ ഉമറേ, അന്ന് മരിക്കും കേട്ടോ. പറയുമ്പോൾ അവിടുത്തെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കൊടുത്തിരുന്നു. എപ്പോഴും വന്നിട്ട് പറയും, ഉമറേ, അന്ന് മരിക്കും കേട്ടോ. ഒരിക്കൽ വേലക്കാരൻ വന്നിട്ട് പറയുകയാ, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ മരിക്കും കേട്ടോ. ചരിത്രത്തിൽ ആരുടെ ചരിത്രമാണ് ഇങ്ങനെയുള്ളത്? മരിക്കാൻ വേണ്ടിയിട്ട് മരിക്കുമെന്ന് പറയാൻ ഒരു വേലക്കാരനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ വേലക്കാരൻ വന്നിട്ട് പറയാ, അല്ലയോ ഉമറേ, നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ മനുഷ്യ, ഞാൻ മരിക്കുമെന്ന് ഇനി പറയണ്ട. വേലക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇങ്ങനെ പറയുന്നത്? എപ്പോഴും മരിക്കുമെന്ന് പറയാൻ എന്നോട് കൽപ്പിച്ചിട്ടെന്തായി ഇങ്ങനെ പറയുന്നത്? സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കറുത്ത താടിരോമത്തിൽ നിന്ന് ഒരു വെളുത്തൊരു രോമം എടുത്തിട്ട് പറഞ്ഞു, ഇനി ഉമറിന് മരണത്തോർക്കാൻ ഈ രോമം മതിയെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണം വല്ലാത്ത അത്ഭുതമല്ലേ? കമ്മിൻ സഹീഹിം മാത മിൻ